ഞാനൊരു ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങൊരു പ്രസംഗം പോലെ ഒരു ചോദ്യം ചോദിച്ചു. അതിന് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അസ്വസ്ഥരാവല്ലേ. KSRTC ഒരു സ്വതന്ത്രമായി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് KSRTCയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകളാണ് ഇതിനകത്ത് യാത്ര ചെയ്യുന്നത് കൂടുതൽ. കാരണം ഒരു പുതിയ കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു സ്കീമാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിലെ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. ഇപ്പോൾ KSRTCക്ക് 1500 കോടി എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു മാസം 125 കോടി വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം 1500 കൊടുക്കുന്നതിൻ്റെ കൂടെ ഇതിനാവശ്യമായ തുക ഏകദേശം 750-800 കോടിക്കും ഇടയിൽ ഇതിൻ്റെ തുക വരും. ഞാൻ പറഞ്ഞിട്ട് പ്രതിമാസം 65-70 കോടിയോളം വരും ഇതിൻ്റെ ചിലവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതാണ് 750-800 കോടിയോളം രൂപ പ്രതിവർഷം വരും. അപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1500 കോടി രൂപയ്ക്ക് പുറമെ ഈ പണം കൂടി സർക്കാർ KSRTCക്ക് നൽകും. KSRTC വരുന്ന 6 മാസത്തിനുള്ളിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങൾ ആരായണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ സർക്കാരിൻ്റെ അഭ്യർത്ഥന അവർ സ്വീകരിച്ചിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ KSRTCയുടെ വരുമാനം കൂടി കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കാൻ പറ്റും എന്നാണ് സർക്കാർ കരുതുന്നത്. KSRTC ഒരു സ്വതന്ത്രമായി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് KSRTCയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. കൂടുതൽ വാഹനങ്ങൾ വാങ്ങി, കൂടുതൽ ഷെഡ്യൂളുകൾ നടപ്പിലാക്കി, കൂടുതൽ പരസ്യങ്ങൾ നൽകി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുണ്ടാകും. ഇത് നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതിയുടെ ആദ്യഘട്ടമായിട്ടാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുപോലെ 750-800 കോടി രൂപ ഒരു വർഷത്തിൽ ഗവൺമെന്റിന് അധിക ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ് ആദ്യ വർഷത്തിൽ തന്നെ. അത് KSRTCയുടെ നില കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ട് രണ്ടാം ഘട്ടത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. അല്ല, ഓർഡിനറി ബസ്സുകളിലേക്കാണ് കണ്ടീഷൻ ഇല്ലാതെ ഇപ്പം അനുമതി കൊടുത്തിരിക്കുന്നത്. ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ നമ്മൾ പഠിക്കും. അതിന് പരിമിതികളൊന്നുമല്ല, നമ്മളത് സ്റ്റഡി ചെയ്യും. എല്ലാ മാസവും നമ്മളത് റിവ്യൂ ചെയ്യും, എല്ലാ മാസവും. കാരണം ഒരു പുതിയ കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു സ്കീമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നിങ്ങൾ ചോദിച്ച മലബാറിലെ കാര്യങ്ങൾ ഉൾപ്പെടെ ആ കൂട്ടത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യും. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എവിടെയാണ് കുറവ്, എന്താണ് കുറവ് എന്ന് മനസ്സിലാക്കി അതുകൂടി പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാവും. ഇത് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് ഓരോ ജില്ലയിൽ നിന്നും എത്ര പേരാണ് ഒരു ദിവസം ഓർഡിനറി ബസ്സിൽ കയറുന്ന സ്ത്രീകളുടെ എണ്ണം എത്രയാണ്, ഒരു മാസം എത്ര വരും എന്ന് നമ്മൾക്കിപ്പോൾ ഉള്ളത് KSRTCയിലത്തെ നിലവിലത്തെ ഒരു സർവേ നടത്തിയിട്ടുള്ള കണക്കാണ്. ആ കണക്ക് പ്രകാരമാണ് നമുക്ക് ഇത്രയും 750-800 കോടി രൂപയുടെ ബാധ്യത നമുക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ എവിടെയാണ് അത് കുറവ്, എവിടെയാണ് ഒരു സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സ്കീമാണ്. പിന്നെ വഞ്ചന എന്നൊക്കെയുള്ള വാക്ക് ആളുകൾക്ക്, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ അനുവദിക്കാനുള്ളൊരു സ്കീം 800 കോടി രൂപയോളം വരുന്നൊരു ബാധ്യതയുള്ള ഒരു സ്കീം പ്രഖ്യാപിച്ചിട്ട് വഞ്ചന എന്ന് പറയുകയാണെങ്കിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അഭിപ്രായമായിട്ട് അത് നാളെ എഴുതിക്കോ, സ്ത്രീകളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ വേറെ അഭിപ്രായം അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ ആ വാക്ക്
ആ വാക്ക് ആ വാക്ക് ഒന്നുകൂടി ആലോചിക്കും. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, ആ വാക്ക് ഒരു വലിയ പ്രധാനപ്പെട്ട സ്കീം. കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകളാണ് ഇതിനകത്ത് യാത്ര ചെയ്യുന്നത് കൂടുതൽ, ബഹുഭൂരിപക്ഷം പേർ. അല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാനൊരു ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ഒരു പ്രസംഗം പോലെ ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അസ്വസ്ഥരാവല്ലേ?